പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് റീഷ്ണ. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 19 ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് എൻ്റെ ഫ്രണ്ടിലൂടെയാണ്. അവൾ ആദ്യമായി സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഫ്രണ്ടായിരുന്നു, അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ കുറച്ച് നാളായിട്ട് അവർ വേറെ ദൂരെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു. കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൾക്ക് അമ്മ മാതാവ് ഞങ്ങളെക്കുറിച്ച് സ്വപ്നം കാണിച്ചു. അങ്ങനെയാണ് ഇവിടെ വരാൻ സാഹചര്യം ഉണ്ടായത്. ഇത് ഹസ്ബൻഡ് അവിടെ ഒരു ഫിനാൻസ്, ഷാജിത്ത് എന്നാണ് പേര്, ഫിനാൻസ് കമ്പനി നടത്തുമായിരുന്നു പാർട്ട്ണർഷിപ്പുമായിട്ട്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കൊറോണ വന്നതിന് ശേഷം ബുദ്ധിമുട്ടുള്ള ആ സമയത്തായിരുന്നു അവൾ സ്വപ്നം കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നാട് വിട്ട് പോകണമെന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് അവൾ വിളിച്ചു പറഞ്ഞു, ദൂരെ എവിടെയോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. മാതാവ് അവളെ ഹസ്ബൻഡിനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾക്കിവിടെ ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതെന്ന് അവളാണ്. വരാനുള്ള പൈസയെല്ലാം തന്ന് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതും അവൾ തന്നെയാണ്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. മാതാവിനും തിരുവുമാനും ഒരായിരം നന്ദി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഭാര്യ പറഞ്ഞതുപോലെ നമ്മളൊരു ഫാമിലി ഫ്രണ്ട്, അതായത് ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതുപോലെ തന്നെ അവർ സ്വപ്നത്തിൽ കാണുകയും ഞങ്ങളെ വിളിച്ച്, അവർക്ക് സംശയമായിരുന്നു ഞങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. ഞാൻ രാത്രി 1 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയായിരുന്നു. സാമ്പത്തികമായി തകർന്നപ്പം 25 വർഷത്തെ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ആ കൊറോണയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക പ്രശ്നത്തെ നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്നെക്കൊണ്ടത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റുകൾ എനിക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന അവസ്ഥകളായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, മുന്നോട്ടുള്ള എൻ്റെ ഭാവിയെക്കുറിച്ചും എനിക്ക് ചിന്തിക്കുമ്പം ഒരു ഉത്തരവും കിട്ടുന്നില്ല. എങ്ങനെ ബാധ്യതകൾ തീർക്കും, എനിക്ക് കൊടുക്കാനുള്ളവരുടെ കുറേ പൈസകൾ ഞങ്ങൾക്ക് ബാധ്യതകളുണ്ടായിരുന്നു. അവരോട് എന്ത് ആൻസർ പറയുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥകളായിരുന്നു. ആ സമയത്തായിരുന്നു മാതാവിനെക്കുറിച്ച് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട് പറയുന്നതും അവർക്ക് സ്വപ്നത്തിൽ എൻ്റെ അവസ്ഥ കാണുന്നതും അവർ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതായിട്ട് അവർ സ്വപ്നത്തിൽ കാണുകയും ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ആദ്യമേ ഉടമ്പടി എടുത്തതിന് ശേഷങ്ങളിൽ ഞങ്ങളുടെ മാറ്റങ്ങൾ ഞങ്ങൾ വന്നു തുടങ്ങി. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ആദ്യത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാലന് ശേഷം എനിക്ക് ഇൻകം ടാക്സിൽ നിന്ന് കുറച്ച് എമൗണ്ടുകൾ വരാറുണ്ടായിരുന്നു. ആ എമൗണ്ട് ഒരു രീതിയിലും കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം തന്ന് അനുഗ്രഹിച്ചു. ഈ കാശുരൂപം കൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഓഫീസിൽ പോയി സംസാരിച്ചു. എങ്ങനെയാണെന്നറിയില്ല, ഒരു ഇൻകം ടാക്സ് ഓഫീസർ ഒരിക്കലും ഒരു കസ്റ്റമറോട് പെരുമാറുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ള ഒരു സമീപനം. ഇത്രയും ഹൃദ്യമായിട്ടും എൻ്റെ കാര്യത്തിൽ അവർ പേഴ്സണലായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പേഴ്സണൽ മൊബൈലിൽ നിന്ന് ഹയർ അതോറിറ്റിക്ക് സംസാരിക്കുകയും എനിക്ക് കിട്ടാൻ ഒരു രീതിയിൽ അത് കിട്ടാൻ പറ്റാത്തൊരു എമൗണ്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ, മാതാവിൻ്റെ അവർക്ക് തോന്നിച്ചാന്നറിയില്ല, എന്നാലും ആ രീതിയിൽ അവരെനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്രയും എമൗണ്ടുകൾ എനിക്ക് ഒരു 90% എമൗണ്ട് അതിൽ തിരിച്ച് കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു, വലിയൊരു മിറാക്കിളായിരുന്നു അത്. അതിനുശേഷം എനിക്ക് സാമ്പത്തിക സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുവരെ കമ്പനിയുടെ 70% ഉത്തരവാദിത്വം എൻ്റെ തലയായിരുന്നതുകൊണ്ട് എൻ്റെ പാർട്ട്നേഴ്സ് ഒഴിവാക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിരുന്നാലും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ സ്ഥാപനം നടത്തി പോകാൻ താല്പര്യമില്ല, എൻ്റെ പാർട്ട്നേഴ്സ് അത് ഏറ്റെടുക്കട്ടെ. അങ്ങനെ ഇതും ഒരു മിറാക്കിൾ തന്നെയായിരുന്നു. അവരും എന്നെ അത് എത്രയും പെട്ടെന്ന് എന്നെ ലീഗലായിട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ എന്നെ ലീഗലായിട്ട് അവർ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി തന്നു. ബാധ്യതകൾ ഇനിയും കുറച്ചുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുക, അത് കൊടുത്തു തീർക്കാൻ എനിക്ക് പറ്റും. ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എന്നെ എത്തിച്ചതും മാതാവ് തന്നെയാണ്. ഇപ്പം കമ്പനിയിൽ നിന്ന് ലീഗലായി ഞാൻ ഒഴിവായി. ഇനി മറ്റു കാര്യങ്ങൾ മാത്രമേ കുറച്ച് ബാധ്യതകൾ മാത്രമേ ഉള്ളൂ, അതും തീർക്കാൻ പറ്റും. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും സംഭവിച്ചത്.
ജീവിതത്തിൽ അതുപോലെ കൊച്ചു നിറയെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ചില അപകടങ്ങളിൽ നിന്നും പല പ്രാവശ്യം ഞങ്ങൾ രക്ഷപ്പെട്ടതും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം മദ്യപാനശീലം ഉണ്ടായിരുന്ന എന്നെ ഇപ്പം പൂർണ്ണമായിട്ടും മദ്യപാനശീലം ഒഴിവായി. ഇപ്പോൾ സന്തോഷമായ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നു. ബാധ്യതകളുണ്ടെങ്കിലും വലിയൊരു ആ ടെൻഷൻ ഉണ്ടായിരുന്ന അനുഭവിച്ച ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒരു 90% ഇപ്പം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയിൽ നിന്ന് ലീഗലായിട്ട് ഒഴിവാകാൻ പറ്റി. പക്ഷേ ഒരു 8 മാസക്കാലം ജോലിയൊന്നും ഇല്ലാതെ നടന്നിരുന്നു. ആ സമയത്ത് കമ്പനി തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ ഇപ്പോൾ ജോലിയും ചെയ്യുന്നുണ്ട്. അതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം അവിടെ ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അപ്പം അവിടെയുള്ള പള്ളികളിലും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കുറേ പേരൊക്കെ ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി പേര് വേണ്ടാന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിലും ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല ഇതായി. അത് ഒത്തിരി പേര് സന്തോഷത്തോടെ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചോദിക്കും അവരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് എല്ലാ വിധത്തിലും സാമ്പത്തികം അല്ലാത്ത രീതിയിലും ഞങ്ങൾ ആർക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണമെങ്കിലൊക്കെ ചെയ്യാറുണ്ട്. അവിടെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയി അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അതല്ലാതെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ, അല്ലാത്ത വലിയ സെലിബ്രേഷനൊന്നും ഞങ്ങൾ ചെയ്യാറില്ല വീട്ടിൽ. പിന്നെ വേറെ അവിടെ രോഗികളൊക്കെ ആയിട്ടുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങളാൽ കഴിയുന്ന പൈസ കൊടുക്കും. ബർത്ത്ഡേ വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളാൽ സെലിബ്രേറ്റ് ചെയ്യാതെ അവിടെയൊക്കെയാണ് പോയിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സാധാരണ ട്രെയിനിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മോളുടെ ഹോൾ ടിക്കറ്റ്, മോൾ 10th പഠിക്കുന്നത്. അപ്പം മോളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ട്രെയിന് കിട്ടിയില്ല. അപ്പോൾ ബസ്സിന് ബുക്ക് ചെയ്തു. ബസ് ഇവിടെ എത്താൻ ഒത്തിരി ലേറ്റായി, 2 മണിക്കൂർ. 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത്. വരുന്ന വഴിക്കൊക്കെ ബസ്സിലിരുന്ന് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തി എന്തോ ഭാഗ്യത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അച്ഛനെ ഇല്ല. പക്ഷേ ആ ഉച്ചയ്ക്ക് അച്ഛൻ പോകുന്നതിൻ്റെ 1:30 ആ സമയം വരത്തില്ല, ലാസ്റ്റ് സമയത്ത് ഞങ്ങൾക്ക് അച്ഛനെ കണ്ട് മോൾക്ക് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇവിടെ അച്ഛനെ കാണാൻ പറ്റി. ഹസ്ബൻഡിൻ്റെ ഫിനാൻസ് കമ്പനിയിലെ പ്രോബ്ലം വന്നപ്പോൾ അച്ഛനെ കാണാനും പറ്റി. സാധാരണ അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട്, ഞാനാണ് ഉടമ്പടി എടുത്തത്, ഹസ്ബൻഡല്ല. അപ്പം ഭാര്യയുടെ ഉടമ്പടിയിൽ അങ്ങനെ നടക്കില്ല എന്ന്. ഒത്തിരി അസുഖമുള്ളവർക്ക്, ക്യാൻസർ പേഷ്യൻസിന്, അവർക്കൊക്കെയാണ് അച്ഛനെ കാണാനുള്ള, ഭാര്യയുടെ ഉടമ്പടിയിൽ ഭർത്താവിനെ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ വന്ന് എഴുതി കൊടുത്തു. അച്ഛനെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ടോക്കൺ കിട്ടി. അങ്ങനെ ഹസ്ബൻഡിന് അച്ഛനെ കാണാൻ പറ്റി. വിഷമങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ കാശ് രൂപം കൊടുത്തു. അത് വെച്ചിട്ടാണ് ഇൻകം ടാക്സ് കമ്പനി അവിടെ ഓഫീസറെ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ആ പൈസ തിരിച്ചു കിട്ടിയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദുസാണ്. അപ്പം എനിക്ക് ഫ്രണ്ട് ലിജിയാണ് ഇവിടെ വരാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയെന്ന് പറഞ്ഞു. അവൾ തന്നെ എനിക്ക് ജപമാല കൊണ്ടുതന്ന്, ബൈബിള് കൊണ്ടുതന്നായിരുന്നു. അപ്പോൾ ജപമാല ചൊല്ലാനൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. എപ്പോഴും എവിടെയെങ്കിലും പോയി അങ്ങനെ പുറത്തൊക്കെ പോയി ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെയും ഉറങ്ങുന്നതിന് മുമ്പേ ജപമാല ചൊല്ലി ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് കിടക്കാറുള്ളൂ. ബൈബിൾ വായിക്കാൻ എനിക്ക് ബൈബിൾ കൊണ്ട് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോണിലെങ്കിലും ബൈബിൾ വേർഡ്സ് വായിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന, ചെറുതോ വലുതുമായിട്ടുള്ള ഇനിയും ഒത്തിരി രോഗസൗഖ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്നും അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18:16 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും അച്ഛൻ തന്ന കാശുരൂപവും പിന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഓരോ കാര്യത്തിന് വേണ്ടി പോകുമ്പോഴും വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോയപ്പോഴാണ് എല്ലാ കാര്യവും പടിപടിയായിട്ട് മുന്നോട്ട് നീക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചത്.
ഇൻകം ടാക്സ് ഓഫീസർ മാതാവിൻ്റെ രൂപത്തിൽ തന്നെ വന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ആ എമൗണ്ട് എല്ലാം തിരിച്ചു കിട്ടാനായിട്ട് ഇവർക്ക് സഹായിക്കുകയും ചെയ്തു. 70% ആ കമ്പനിയിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പിന്നെ ലീഗലായിട്ട് കമ്പനിയിൽ നിന്ന് ഒഴിവായി പൂർണ്ണമായിട്ടും മാറുവാൻ സാധിച്ചത്. ഇതെല്ലാം സാധ്യമായത് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണെന്നാണ് ഇവരുടെ പൂർണ്ണ വിശ്വാസം. അതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന വഴി ലഭിച്ച ദൈവകൃപയും ഇവരിൽ സമർപ്പിച്ച ആ വിശ്വാസത്തോടെയുള്ള നിയോഗം സമർപ്പിച്ചുള്ള ഉടമ്പടി ജീവിതവുമാണ് ഇവരെ ആ പ്രതിസന്ധിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവരെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനസ്സിലാക്കാം, ആഴമുള്ള വെള്ളം ഉള്ള സ്ഥലങ്ങൾ, അതായത് വെള്ളത്തിൽ പോകുന്ന അവസ്ഥകൾ ഉടമ്പടിയിൽ നമ്മുടെ ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കും കരുതാം. ദൈവം നമ്മെ കൂടെയുള്ള ഒരു ദൈവമാണ്, നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ്, കൈപിടിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോയുടെ കൈപിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ടും. തോന്നുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കൈകളിൽ പിടിക്കുവാനുള്ളത് സഹായം നൽകുന്നതും പരിശുദ്ധ അമ്മയാണ്. നമുക്കും നമ്മുടെ ഓരോ സാഹചര്യങ്ങളും ഏതവസ്ഥയാണെങ്കിലും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ പിടിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും നമുക്കും വിശ്വസിക്കാം. രീഷ്ണയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഈ പ്രത്യേക അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.